സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നാം ചിന്തിച്ചു വരുന്ന വിഷയം ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യമാണ്. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവൾ എന്ന് പറയുന്നത് സഭയാണ് ഉദ്ദേശിക്കുന്നത്. സഭ, മണവാട്ടി സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതായ സഭ. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവളെ ഞാൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായി അവൾ സംസാരിക്കും. മരുഭൂമിയിൽ വെച്ച് ഹൃദ്യമായി സംസാരിക്കുമെന്ന്. സ്തോത്രം. ഇതൊരു ഭക്തൻ്റെ അനുഭവമാണ്. മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയി സംസാരിക്കുന്നു. ഇത് നാം ചിന്തിച്ച് വന്നപ്പോൾ നാം ആദ്യം ഒരു മരുഭൂമി കണ്ടു. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കണ്ടു, ഹാഗാർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു പോവുകയായിരുന്നു. ഹാഗാറിൻ്റെ മരുഭൂമിയിലെ അനുഭവം അത് നാം ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. ഒന്ന് സൂചിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. മരുഭൂമിയിൽ കൂടി ഹാഗാർ നിലവിളിച്ചുകൊണ്ട് പോവുകയാണ്. ഹാഗാറിന് അബ്രഹാമിൻ്റെ പ്രജയായ ഇസ്മായേൽ അവളുടെ കൂടെയുണ്ട്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഇസ്മായേൽ കൂടെയുണ്ട്. ഇസ്മായേൽ അബ്രഹാമിൻ്റെ മകനാണ്, പക്ഷേ സാറായിയുടെ മകനല്ല. ഹാഗാർ ഒരു ദാസിയാണ്, വേലക്കാരിയാണ്. വേലക്കാരിയായ ഹാഗാറിൻ്റെ മകനായി അബ്രഹാമിന് പിറന്ന ഇസ്മായേൽ കൂടെയുണ്ട്. ഒരു കരുണയും കൂടാതെ അബ്രഹാം ഇസ്മായേലിനെയും ഹാഗാറിനെയും മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. എങ്ങോട്ടെങ്കിലും പോയിക്കോ, നിങ്ങൾ ജീവിക്കുക. കുറച്ച് വെള്ളം കൊടുത്തു, തുരുത്തിയിൽ ഒരു കുറച്ച് അപ്പം കൊടുത്തു പൊതിയായിട്ട്. അതേ ഉള്ളൂ. വെള്ളം തീർന്നു. ഈ മരുഭൂമിയിൽ എങ്ങോട്ട് പോകും? മരുഭൂമിയിൽ കൂടി വാസ്തവത്തിൽ ഹാഗാർ വലഞ്ഞ് വിഷമിച്ച് പോവുകയായിരുന്നു. നമുക്ക് വായിക്കാം. 21-ാം അധ്യായം 14-ാം വാക്യം മുതൽ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. കുട്ടിയെയും കൊടുത്തു അവളെ ഹാഗാറിനോട് പറഞ്ഞു, നീ പൊയ്ക്കോന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ വേലക്കാരിയാണ്, ദാസിയാണ്. ഭാര്യ സാറ പറഞ്ഞതുകൊണ്ടാണ് ഈ ദാസിയെ ഭാര്യയായിട്ട് എടുത്തത്. അബ്രഹാം നിഷ്കരുണം ഹാഗാറിനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, മകനെയും കൊണ്ടുപോയിക്കോ. കുട്ടിയെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ
അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ബേർശേബ മരുഭൂമിയിൽ കൂടി ഉഴന്നു കിടന്നു. എങ്ങോട്ട് പോകേണ്ടു അറിയാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി എങ്ങോട്ട് പോകേണ്ടു അറിയാൻ വയ്യ, വിഷമിക്കുകയാണ്. ഉഴന്നു നടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ലക്ഷ്യമില്ലാതെ ഉഴന്നു നടക്കുന്നവരാണ്. ഉഴന്നു നടക്കുന്നു, ഒരു ലക്ഷ്യമില്ല. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ആർക്കറിയാം? ഞാൻ എത്ര കാലങ്ങൾ ഭൂമിയിൽ ജീവിക്കും ആർക്കറിയാം? ഞാൻ എന്തിനു ജീവിക്കണം അതും അറിയാൻ പാടില്ല. ആർക്ക് വേണ്ടി ജീവിക്കണം? എന്നെ കൂടി കഴിയുന്നുള്ളൊരു ആരും ഈ ഭൂമിയിലില്ല. എനിക്ക് എന്നും നിരാശയുള്ളൂ, എന്നും അസ്വസ്ഥതയുള്ളൂ, മനസ്സിന് സമാധാനമില്ല. ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണം? എന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരാരുണ്ട് ഈ ഭൂമിയിൽ? മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, അല്ലെങ്കിൽ ഭർത്താവിന് എന്നെ വേണ്ട. എൻ്റെ മാതാപിതാക്കൾക്കോ എന്നെ വെറുപ്പാണ്, പുച്ഛമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നിനും കൊള്ളാത്തവൻ. ഇങ്ങനെ ഉഴന്നു നടക്കുന്ന ഹൃദയത്തോടുപോയി പോകുന്ന അനേക ആളുകളുണ്ട്. ഉഴന്നു നടക്കുന്ന ഹൃദയം. ഹാഗാർ ഉഴലുകയായിരുന്നു, അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. അലഞ്ഞു നടക്കുന്ന പാവം സ്ത്രീ. ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും ആ മരുഭൂമിയിൽ കൂടി അഴന്നു നടക്കുന്ന ഹാഗാർ അവിടെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ മോനെ അവിടെ കിടത്തിയിട്ട്, പാവം ഇസ്മായിൽ തളർന്നു കഴിഞ്ഞിരുന്നു, ബാല്യക്കാരൻ തളർന്നു കഴിഞ്ഞിരുന്നു. മോനെ അവിടെ കിടത്തിയിട്ട് അമ്മ മാറിയിരുന്ന് ഏങ്ങലടിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. വായിക്കാം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തെ ഇരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ചു വലഞ്ഞ പാവം എൻ്റെ മോൻ കരയുന്നത്, അയ്യോ അവൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അമ്മ കരയുകയാണ്. അപ്പോൾ ഇസ്മായിലിൻ്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. പിന്നെ ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ദൈവത്തിൻ്റെ മാലാഖ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ഹാഗാറേ നിനക്ക് എന്ത് പറ്റി? എന്താണ്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ബാലനിരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. മാലാഖ പറയുകയാണ്, ബാലൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ അഴലാണ്ട് ഉഴലുമ്പോൾ, ഏകാന്തതയിൽ അലയുമ്പോൾ, മനസ്സിൽ സ്വസ്ഥതയില്ലാതെ വിഷമിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ അനേകം ഭാരങ്ങളും ക്ലേശങ്ങളുമായി നിൻ്റെ മനസ്സ് ഉഴലുമ്പോൾ, അപ്പോൾ നിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ബാലൻ്റെ നിലവിളി യഹോവ കേട്ടിരിക്കുന്നു. ദൈവം കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീര് മാനിക്കുന്നൊരു ദൈവമുണ്ട്. കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ബാലൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. പിന്നെ ദൈവം അവളുടെ നിലവിളി കേട്ടു. നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. അടുത്ത വാക്യം. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു. അതുവരെയും അവളുടെ നിരാശ കൊണ്ടും ദുഃഖം കൊണ്ടും കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങോട്ട് പോകും ദൈവമേ? ഞാൻ എന്താണ് എൻ്റെ ഭാവി? എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താണ്? കുഞ്ഞിൻ്റെ മരണം ഞാൻ കാണേണ്ടി വരുമല്ലോ. വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് എൻ്റെ കുഞ്ഞ് ഈ മരുഭൂമിയിൽ ഒരു പ്രേതമായിട്ട്, അനാഥപ്രേതമായിട്ട് കിടക്കുന്നത് ഞാൻ കാണേണ്ടി വരുമല്ലോ. കർത്താവ് എന്താണ് അതിന് പോംവഴി? എന്താണ്? കരയുകയായിരുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു. എന്നിട്ടോ അവൾ ഒരു നീരുറവ് കണ്ടു. ഒരു നീരുറവ്, അടുത്ത് തന്നെ നീരുറുണ്ടായിരുന്നു. സ്തോത്രം, എന്തൊരു ഭാഗ്യം! അടുത്ത് തന്നെ നീരുറുണ്ടായിരുന്നു. നീരുറവ് ദൂരെ ആയിരുന്നില്ല. നാം ഇങ്ങനെ മനസ്സ് ഉഷ്ണിച്ച് വിഷമിച്ച് ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ആവലാതി കൊണ്ട് പോകുമ്പോൾ അടുത്ത് തന്നെയുണ്ട് പരിഹാരം, ദൂരെയല്ല. പരിഹാരം അടുത്ത് തന്നെയുണ്ട്, നാം അത് കാണുന്നില്ലെന്നേ ഉള്ളൂ. പരിഹാരം അടുത്തുണ്ട്, പരിഹാരം അടുത്തുണ്ട്. വിശ്വസിക്കുക, നിങ്ങൾ പരിഹാരം അടുത്തുണ്ട്. നിങ്ങൾ ഉള്ളു തുറന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ ദൈവമുണ്ട്. നിങ്ങൾ ഉള്ളു തകർന്ന് കരഞ്ഞാൽ കേൾക്കാൻ ദൈവമുണ്ട്. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അനേകം അനുഭവങ്ങളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ വാക്കുകളെല്ലാം പറയുന്നത്. ഞാൻ വെറുതെ ഒരു പ്രസംഗം പറയുകയല്ല. അനുഭവങ്ങളുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്വർഗത്തിലെ അപ്പനുണ്ട്. സ്വർഗത്തിലെ അപ്പ എന്ന് വിളിക്കുമ്പോൾ വിളി കേട്ടുകൊണ്ട് ഓടി വരുന്നൊരു ദൈവമുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോഴേക്കും വിളിപ്പുറത്ത് വരുന്നൊരു ദൈവമുണ്ട്. ആവശ്യഭാരങ്ങൾ ഞെരുങ്ങി വലഞ്ഞ് പ്രതിസന്ധികളിൽ തകർന്നു വലഞ്ഞ് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്കിടെ അനുഭവമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അതാണ് സ്തുതി. അനുഭവങ്ങളുടെ നറുംതെളിവിൽ ദൈവത്തെ ആരാധിക്കുന്നതാണ് സ്തുതി. അതാണ് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാനേരവും ഇടപെടാതെ കയറ്റുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് സ്തുതി. അത് നന്ദിയുടെ സ്തുതിയാണ്, അത് സ്നേഹത്തിൻ്റെ സ്തുതിയാണ്, സന്തോഷത്തിൻ്റെ സ്തുതിയാണ്, ദൈവത്തോടുള്ള കടപ്പാടിൻ്റെ സ്തുതിയാണ്, ദൈവത്തോടുള്ള നന്ദി കൊണ്ടുള്ള സ്തുതിയാണ്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള സ്തുതിയാണ്. ദൈവത്തിന് സ്തോത്രം. സ്തുതി. ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ. മൂന്നാമത് നാം ചിന്തിച്ചത് യാക്കോബ്
മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു യാക്കോബ്. ചെറുപ്പക്കാരനാണ്. യാക്കോബ് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, യുവാവാണ്, വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. ഒരു ദിവസം യാക്കോബിനെ നേരത്തെ അമ്മ വിളിച്ചു ഉണർത്തി, റിബേക്ക വിളിച്ചു ഉണർത്തി. മോനെ മോനെ ഒന്ന് വേഗം എഴുന്നേക്ക്. ഉറക്കച്ചടവോടെ എഴുന്നേറ്റു, കണ്ണ് തിരുമി. എന്നാമ്മ വിശേഷം? എൻ്റെ മോനെ നീ ഒന്നും ചിന്തിക്കേണ്ട, വേഗം ഇത് കൈ പിടിച്ചോ. എന്താ ഇത്? മോനെ നിനക്ക് വഴിക്ക് ആഹാരത്തിനാണ്, ഏതാണ്ട് അപ്പമുണ്ട്, ഇത് ഒരു തുരുത്തി വെള്ളമുണ്ട്, നീ പൊയ്ക്കോ. 600 നാഴി ദൂരെ എൻ്റെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് മോനെ നീ പൊയ്ക്കോ, ഒട്ടും താമസിക്കരുത്. നിൻ്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊല്ലാനിരിക്കുകയാണ്. ഇന്നലെ അവൻ്റെ ഗൂഢാലോചന എനിക്ക് മനസ്സിലായി, നിന്നെ കൊല്ലും, അവന് നിന്നോട് ശത്രുത്വമാണ്. തന്നെയല്ല എൻ്റെ മോനെ, നിന്നെ കൊല്ലാൻ വരുമ്പോൾ നീയും കൈയിട്ട് നിൽക്കില്ലല്ലോ, നീയും അവനെ എന്തുകൊണ്ടും ചെയ്യാം. അങ്ങനെ 2 മക്കളും എനിക്ക് ഒരു ദിവസം ഇല്ലാതാകുന്ന എങ്ങനെയാണ് അവനെ ഞാൻ കാണുന്നത്? മോനെ വേഗം പൊയ്ക്കോ. റിബേക്ക പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് പേടിച്ചു പോയി, പാവം. ആ യൗവനക്കാർ പേടിച്ചു പോയി. ഈ എത്ര ദൂരെ പോയാലും ദൂരെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ കഴിവുള്ള ഒരു അഭ്യാസിയാണ് ഏശാവ്. അതുകൊണ്ട് അവൻ അതിവേഗം ഓടാൻ തുടങ്ങി. നേരം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അരണ്ട വെളിച്ചത്തിൽ പുറകോട്ട് നോക്കി ജ്യേഷ്ഠൻ വരുന്നുണ്ടോ, പേടിച്ചോടുകയാണ്. അങ്ങനെ ഓടുമ്പോൾ ആ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ എൻ്റെ കാല് കുഴയുന്നു. വെള്ളം കുടിച്ചു, അപ്പം തിന്നു, യാത്രയിൽ തന്നെയാണ്, ഓട്ടത്തിൽ തന്നെയാണ്, എല്ലാം തീർന്നു. ഓടുകയാണ്. വൈകുന്നേരം വരെ ഓടി. 600 നാഴികയിൽ ഏതാനും നാഴികയെ പിന്നിട്ടുള്ളൂ. ഇനി എന്തോരം ദൂരമാണുള്ളത്. അതോ മരുപ്പറമ്പിൽ ഈ ചുട്ടുപഴുത്ത മണൽക്കാടിക്കൂടിയുള്ള യാത്രയാണ്. യാക്കോബ് വലഞ്ഞു. വായിക്കാം, 22 അധ്യായം 10 വാക്യം മുതൽ. എന്നാൽ യാക്കോബ് ബെർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിലൊന്ന് എടുത്ത് തലയണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അവൻ തീർത്തും അവശനായി പോയി കേട്ടോ. പകലത്തെ യാത്ര കൊണ്ട് വെയിലേറ്റ് വാടി തളർന്ന് പാവം ചെറുപ്പക്കാരൻ അങ്ങ് വാടി തളർന്നുള്ള യാത്രയായിരുന്നു, ഓട്ടമായിരുന്നു. ജ്യേഷ്ഠൻ പിന്നാലെ വന്നാലോ എന്നുള്ള പേടികൊണ്ടുള്ള ഓട്ടമാണ്, ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം. ഓടിയോടി ക്ലേശിച്ചു. സ്തോത്രം. അത് പറയുമ്പോൾ എൻ്റെ മനസ്സ് അല്പം തരളിതമാകും. ഓടിയോടി ക്ലേശിച്ചവരാണ് അനേകർ. ഓടിയോടി ക്ലേശിച്ചു. കണ്ട കാലമെല്ലാം നിങ്ങൾ പലരും ക്ലേശിച്ചവരല്ലേ, ഓടിയോടി തളർന്നവരല്ലേ, മനസ്സ് നൊന്ത് വിങ്ങിയവരല്ലേ, മനസ്സ് ആകുലം കൊണ്ട് തളർന്നവരും തകർന്നവരുമല്ലേ. ഓർത്ത് നോക്കൂ, ഓടിയോടി തളർന്നു. അവസാനം സന്ധ്യയായി. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് വല്ല വയ്യ. യാക്കോബ് ഒരു കല്ലെടുത്ത് തലണിയായി അടിച്ചു. അവിടെ കിടന്നു, ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ഒരു ഗോവണി സ്വപ്നം കണ്ടു. ഗോവണിയിൽ നോക്കുമ്പോൾ മുകളിൽ നിത്യനായ ദൈവം എഴുന്നള്ളി നിൽക്കുന്നു. എന്തൊരു അത്ഭുതം! ഞാൻ സഹോദരനെ വഞ്ചിച്ച് എൻ്റെ അപ്പനെ കബളിപ്പിച്ച് പോരുന്നവനാണ്, എങ്കിൽ എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവോ? എന്താണിത്? എൻ്റെ അപ്പനോട് നുണ പറഞ്ഞാൽ പോകുന്നത്. ഞാൻ നിൻ്റെ ആദ്യം ഏശാവെന്ന് പറഞ്ഞാണ് അപ്പൻ്റെ അനുഗ്രഹം മേടിച്ചത്. സ്വന്തം അപ്പനെ, കണ്ണുകാഴ്ചയില്ലാത്ത അപ്പനെ കളവ് പറഞ്ഞ് യാക്കോബ് ഏശാവിൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തു. അതാണ് ഏശാവിൻ്റെ വൈരാഗ്യം ഉണ്ടാകാൻ കാരണം. യാക്കോബ് അപ്പനെ കബളിപ്പിച്ചു, ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, അനുഗ്രഹം വാങ്ങി. പക്ഷേ ഇപ്പോൾ ഓട്ടമാണ്. അനുഗ്രഹമുണ്ട്, പക്ഷേ ഓട്ടമാണ്. യാക്കോബ് നോക്കുമ്പോൾ അവിടെ നിത്യനായ ദൈവം ആ ഗോവണിയുടെ മുകൾത്തട്ടിൽ നിന്ന് നിൽക്കുന്നു. അത്ഭുതത്തോടെ നോക്കി. ആരാണ്? തേജോമയനായ ദൈവം. അയ്യോ, ദൈവം എന്നെ കാണുമോ? ദൈവം എന്നെ സ്നേഹിക്കുമോ? ദൈവം എൻ്റെ അടുക്കിലേക്ക് വരുമോ? ഞാൻ ഞാൻ മയക്കാഴ്ച കാണുകയാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം. നാം എത്ര തളർന്നവരും തകർന്നവരുമാണെങ്കിലും, പാപങ്ങൾ വന്നവരാണെങ്കിലും, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പലതരത്തിലുള്ളതായ തെറ്റുകൾ വന്നവരാണെങ്കിലും, പലതരത്തിൽ ദൈവം ദുഃഖിപ്പിച്ചവരാണെങ്കിലും, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മറക്കരുത്. ഏതെല്ലാം തെറ്റുകൾ നിങ്ങൾ വീണാലും, ഏതെല്ലാം പാപങ്ങളിലേക്ക് നിങ്ങൾ പോയാലും, സുബോധമില്ലാത്തവരെ പോലെ ഏതെല്ലാം കുൽസിത മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാലും, എത്രയും മ്ലേച്ഛമായ വഴിയിൽ കൂടിയെല്ലാം നിങ്ങൾ നടന്നാലും, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പിതാവായ ദൈവമുണ്ട്. ആ ദൈവം യാക്കോബിനോട് സംസാരിപ്പാൻ ഗോവണിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ യാക്കോബ് നോക്കിയപ്പോൾ പിന്നെ ഒന്നുകൂടെ കണ്ടു. അതെന്താണ്?
മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു, ഇറങ്ങുകയും കയറുകയല്ല. അപ്പോൾ അതുവരെ മാലാഖമാർ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് യാക്കോബ് മനസ്സിലായി, അപ്പോൾ ഞാൻ ഈ ഏകനായിട്ട് ഒറ്റപ്പെട്ട് പേടിച്ച് ഓടുമ്പോൾ മാലാഖമാരുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. അയ്യോ, ഞാനെന്ത് ഭാഗ്യശാലിയാണ്, ഞാൻ അറിഞ്ഞില്ല മാലാഖമാരെൻ്റെ കൂടെ ഉണ്ട് എന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് മുകളിലേക്ക് നോക്കി, മാലാഖമാർ ഒരു മാലാഖമാർ കയറി പോകുന്നു, വേറൊരു പറ്റ മാലാഖമാർ താഴോട്ട് ഇറങ്ങി വരുന്നു, പിന്നെ ഒരു പറ്റ മാലാഖമാർ കയറി പോകുന്നു, കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഏകനായി ഓടുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് മാലാഖമാരെ ദൈവം നിയമിച്ചിരുന്നു. ഇത്രയും കഠിനമായ പാവം ഞാൻ ചെയ്തിട്ടും എനിക്ക് സഹായമായി, എനിക്ക് തുണയായി മാലാഖമാരെ ദൈവം നിയോഗിച്ചിരുന്നു. എന്തൊരു സ്നേഹം! യാക്കോബിന് അത്ഭുതം തോന്നി. ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇത്രയും കബളിപ്പിക്കെല്ലാം കഴിഞ്ഞ് അപ്പനെ വഞ്ചിച്ച്, അപ്പനോട് നുണ പറഞ്ഞ്, അപ്പൻ്റെ അനുഗ്രഹം തട്ടിയെടുത്ത്, ജ്യേഷ്ഠനെ വഞ്ചിച്ച്, അങ്ങനെ ഉപായിയായി ഞാൻ സൂത്രത്തിലെല്ലാം കരസ്ഥമാക്കിയ ഞാൻ, എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുവോ? യാക്കോബിന് അത്ഭുതം. യാക്കോബ് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ ശബ്ദം കേട്ടു. വായിക്കാം. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. ദൈവം പറയുകയാണ്, ഒരു മനുഷ്യനോട് ദൈവം സംസാരിക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? മനുഷ്യനോട് ദൈവം സംസാരിക്കുമോ? കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളോട് നിങ്ങളുടെ പേര് വിളിച്ച് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ പേര് വിളിച്ച് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. സക്കായിയേ എന്ന് വിളിച്ച ആ ദൈവം നിങ്ങളെ പേർ ചൊല്ലി വിളിക്കും. നിങ്ങൾക്ക് കേൾക്കാം, ശബ്ദം കേൾക്കാം. സ്തോത്രം. കേട്ടിൽ നിന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾക്ക് അത് കേൾക്കാം. നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്ന ശബ്ദം കേൾക്കാം. ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം വന്ന് നിങ്ങളെ കണ്ണിൽ തൊട്ട് തലോടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം, കണ്ണീർ തുടയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾ പ്രശ്നങ്ങളുടെ മുന്നിൽ വീർപ്പ് മുട്ടി വിയർത്തൊലിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ കുളിർകാറ്റേറ്റ് നിങ്ങൾക്ക് ആശ്വാസം തന്ന് നിങ്ങളെ തണുപ്പിക്കുന്ന, കുളിർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ അമൂല്യ കൃപയുണ്ട്. അത്യത്ഭുതകരമായ കൃപയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാം. അത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാണതെല്ലാം. നാം ഈ ലോകത്ത് ജീവിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നാം ആത്മീയരാണ്, നാം സ്വർഗീയരാണ്. സ്വർഗീയമായ കൃപ നമുക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ കിട്ടുമോ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ? കേൾക്കാം. ഈ കാതുകളിൽ കേൾക്കാം, നമ്മുടെ കാതുകളിൽ കേൾക്കാം. ദൈവത്തെ നമുക്ക് മുഖാമുഖം കാണാൻ പറ്റുകയില്ല. ദൈവത്തെ മുഖാമുഖം കാണാൻ പറ്റില്ല. കാരണം ദൈവത്തെ കണ്ടാൽ പിന്നെ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടും. സാന്നിധ്യം, കർത്താവ് അടുത്ത് വന്നു എന്ന് കണ്ണുനീർ തുടയ്ക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം കൊണ്ട് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം. കുറേ പ്രാർത്ഥനകൾ ചൊല്ലി തയ്ക്കുന്നതോ, കുറേ മസൂറാകൾ ചൊല്ലുന്നതോ, കുറേ പ്രമേനുകൾ പ്രാർത്ഥിക്കുന്നതോ, സെതറാകളോ കുക്കുലിയനോ ഗീതങ്ങൾ പാടുന്നതോ ഇതൊന്നുമല്ല. അതിനപ്പുറത്തുണ്ട് ചില അനുഭവങ്ങൾ. അതിനപ്പുറത്തുണ്ട് ചില ആത്മീയ അനുഭവങ്ങൾ, ആത്മീയ അനുഭൂതികൾ. ഏകാന്തതയിൽ നിങ്ങൾ വീർപ്പ് മുട്ടുമ്പോൾ, നിങ്ങൾ വലഞ്ഞ് വിഷമിക്കുമ്പോൾ, നിങ്ങൾ ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേകം ഭാരങ്ങളും ക്ലേശങ്ങളും നിങ്ങൾ അലട്ടുമ്പോൾ, മുന്നോട്ടൊരു വഴി കാണാതെ നിങ്ങൾ ഉഴലുമ്പോൾ, യേശുവേ ഞാൻ എന്ത് വേണ്ടുമെന്നറിയാതെ നിങ്ങൾ ഭാരത്തോടെ ഞരങ്ങുമ്പോൾ, അപ്പോൾ നിങ്ങൾ അരികത്തേക്ക് വന്ന് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവനുള്ള ദൈവമാണ്. മരിച്ച് വൺമറിച്ച് പോയ യേശു അല്ല. യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും ജീവിക്കുന്ന ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു യാക്കോവിന് മരുഭൂമിയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. നിത്യനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു യാക്കോവിനെ മരുഭൂമിയിൽ വെച്ച് നേരിട്ട് ഇടപെട്ടു. ദൈവത്തിൻ്റെ ദൂതനെന്ന് നാം പഴയ നിയമത്തിൽ കാണുന്നത് പലയിടത്തും യേശു ക്രിസ്തുവിനാണ് കുറിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ആളത്വമായി യാക്കോവിനോട് നേരിട്ട് സംസാരിച്ചു. എന്തെല്ലാം ആണ് പറഞ്ഞത്? കേൾക്കൂ. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. 7 വാഗ്ദത്തങ്ങൾ തരികയാണ്. 7 വാഗ്ദത്തങ്ങൾ. മരുഭൂമിയിൽ യാക്കോബിന് ലഭിച്ച 7 വാഗ്ദത്തങ്ങൾ. 7 പ്രോമിസസ്. നിത്യനായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ. മോനെ, നീ ഒന്നും അറിയാതെയാണ് വന്നത്. മോളെ, നീ ഒന്നും ഗ്രഹിക്കാതെയാണ് വന്നത്. പക്ഷേ
നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിനക്ക് ചില വചനങ്ങൾ ഞാൻ തരുന്നു. നിനക്ക് നീ ഏകാഗിയാണെന്ന് നിനക്ക് തോന്നുമ്പോൾ, എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് നീ തോന്നുമ്പോൾ, നിൻ്റെ കൂടെ വന്നിരിക്കാനും നിന്നെ ആശ്വസിപ്പിക്കാനും ഞാനുണ്ട് എന്ന് കർത്താവ് പറയുന്നു. നിൻ്റെ പ്രശ്നങ്ങളിൽപ്പെട്ട് നീ അഴലുമ്പോൾ വലയുമ്പോൾ, മോളെ ഞാൻ നിന്നോടുകൂടി ഇരിക്കാമെന്ന് പറഞ്ഞ് കർത്താവ് ചേർന്നിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ മറന്നു തരാമെന്ന് കർത്താവ് പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ മറച്ചു തരാമെന്ന് പറയുന്നു. മറന്നും മറച്ചും തരുന്ന സ്നേഹം, പാപങ്ങൾ ഓർമ്മയ്ക്കാതെ സ്നേഹിക്കുന്ന സ്നേഹം, കഴിഞ്ഞകാല പാപങ്ങളൊന്നും കണക്കാക്കാതെ നമ്മെ വീണ്ടെടുക്കുന്ന സ്നേഹം, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം മറന്നും പുറത്തും നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞതെല്ലാം അയച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറയും ദൈവത്തിൻ്റെ സ്നേഹം. ഗോകുൽത്തായിലെ സ്നേഹം അതാണ്. പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതായി എന്നവരറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. അതാണ് ക്രൂശിലെ സ്നേഹം. പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതായി എന്നവരറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, ഈ നല്ലവനായ ദൈവത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഈ ദൈവവുമായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഏകാന്തതയിൽ ദൈവത്തോട് നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേതെന്ന് നിങ്ങൾ പറയാൻ തോന്നിയിട്ടുണ്ടോ? ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേത്, ഇനി എനിക്ക് എൻ്റേതില്ല, എല്ലാം നിൻ്റേത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സ്വന്തമായ ആയുസില്ല, അത് നിൻ്റേത്. സ്വന്തമായ ജീവിതമില്ല, അത് നിൻ്റേത്. യേശുവേ, എനിക്ക് സ്വന്തമായ ഭാവിയില്ല, അത് നിൻ്റേത്. യേശുവേ, എനിക്ക് സ്വന്തമായി അവകാശപ്പെടാനില്ല, എല്ലാം നിൻ്റേത്. എൻ്റേത് എന്ന് ഞാൻ കരുതിയിരുന്നെല്ലാം ഇതാ ഞാൻ കൈമാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് വലിയൊരു കടമുണ്ടെന്ന് വിചാരിക്കൂ. ബാങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ കടമാണ്. വലിയൊരു കടം നിങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്നു. ബാങ്കിൽ നിന്ന് വലിയ കടം ചുമത്തിയിരിക്കുന്നു. നിങ്ങളെന്ത് വേണ്ടു? ഒരു നീക്കുപോകില്ല, ആരെയും കാണാൻ പറ്റിയ സൗകര്യമല്ല, കണ്ടാൽ പ്രയോജനമില്ല, ആർക്കും സഹായിക്കാൻ സാധ്യമല്ല, അത്ര വലിയ കടമാണ്. ഉള്ളതെല്ലാം ജപ്തി ചെയ്താലും വിറ്റാലും തീരാത്ത കടമാണ്. എന്ത് ചെയ്യും? നിങ്ങൾ മരിക്കുകയാണോ വേണ്ടത്, അതോ ജീവിക്കുകയാണോ വേണ്ടത് ചിന്തിക്കുന്നു. മരിക്കുകയാണെങ്കിൽ ഈ ദുഃഖം ഏറെ നാൾ വേണ്ടല്ലോ എന്ന് ചിന്തിച്ച് ചിലർ മരിക്കാൻ തുടങ്ങുന്നു. മണ്ടത്തരമാണ്, പക്ഷേ മരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തകർന്ന് വിഷമിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു നല്ല മനുഷ്യൻ വന്ന് അദ്ദേഹത്തിൻ്റെ പാസ്ബുക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറി. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. അദ്ദേഹം നിങ്ങളുടെ പാസ്ബുക്ക് അദ്ദേഹം ഏറ്റെടുത്തു. അപ്പോൾ നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ പാസ്ബുക്ക് കടമാണ്, ബാങ്കിൽ കടമാണ്, പക്ഷേ ആ കടമെല്ലാം അദ്ദേഹം ഏറ്റെടുത്തു. എന്നിട്ടോ നിങ്ങളുടെ കടം മുഴുവൻ അദ്ദേഹം ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ പേരിലേക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മാറി. അക്കൗണ്ട് ചേഞ്ചിങ്. എന്താണ് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് തീർക്കാൻ മാർഗമുണ്ടായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഭാഗ്യവശാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ആ തിരക്തത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുമോ? ആ തിരക്തത്തിൽ നിങ്ങൾക്ക് ശരണപ്പെടാൻ പറ്റുമോ? എങ്കിൽ ഇന്ന് നിങ്ങളുടെ കടമെല്ലാം കർത്താവ് ഏറ്റെടുക്കും, ഭാരമെല്ലാം കർത്താവ് ഏറ്റെടുക്കും, നിങ്ങളുടെ കേടുകളും കെടുതികളും കർത്താവ് ഏറ്റെടുക്കും, നിങ്ങളുടെ ആകുലമെല്ലാം കർത്താവ് ഏറ്റെടുക്കും. നിൻ്റെ ഭാരം യഹോവയോട് വലിച്ചു കൊള്ളുക, നിന്നെ പുലർത്തും നീതിവാൻ കുരുങ്ങി പോകാൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അരികത്തേക്ക് ക്രിസ്തു വരുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക, ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിനോട് വാക്ക് പറയുക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. പറയുമോ? നിങ്ങൾ യേശുവിനോട് നിങ്ങൾ പറയുമോ? യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ. യേശുവേ, ഇത്രയും കാലം ഞാൻ നിന്നെ അറിയാതെ ജീവിച്ചു, അറിഞ്ഞെങ്കിലും നിന്നെ അറിയാത്തതുപോലെ ഞാൻ ജീവിച്ചു, പാപത്തിന് അടിമയായി ജീവിച്ചു. എന്നാൽ ഇന്ന് ഞാനിതാ ഈ നിസ്സാര ജീവിതം, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റെ കൈകളിലേക്ക് ഞാൻ കൈമാറുന്നു. കർത്താവേ, നിൻ്റെ സ്വർഗീയ നിക്ഷേപം എൻ്റെ പേരിൽ നീ തരുന്നതിന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ കർത്താവേ നിൻ്റെ അടിമയായിരിക്കും, നിൻ്റെ ദാസനായിരിക്കും, നിൻ്റെ സ്വന്തമായിരിക്കും. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായിരിക്കും. തീരുമാനിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും പുതിയ സമർപ്പണത്തിലേക്ക് നയിക്കണമേ. നിത്യജീവൻ്റെ ഉറപ്പ് എല്ലാവർക്കും നൽകണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ യാചിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ.